യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ വരെയും നമ്മൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ള ദൈവവചന ചിന്തകളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. അപ്രകാരം ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് ധാരാളം ഇൻസ്ട്രക്ഷൻസ്, ഉപദേശങ്ങൾ തരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുവാനും ധ്യാനിപ്പാനും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഞാൻ ഈ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ അഥവാ നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തലനായ പൗലോസ് എന്നുള്ള ആ മഹത്തായ വ്യക്തി, പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നുണ്ട്, താൻ എത്രത്തോളം സമൂഹത്തിൽ ഉന്നതനായിരുന്നു. താൻ സുവിശേഷത്തിനെതിരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് താൻ പറയുന്നുണ്ട്, തൻ്റെ കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് താൻ പറയുന്നുണ്ട്, തൻ്റെ മതത്തെക്കുറിച്ചും തൻ്റെ സ്വാധീനത്തെക്കുറിച്ചും സമൂഹത്തിലുള്ള തൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന് എണ്ണുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ, യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ജീവിതം താൻ ആരംഭിച്ചപ്പോൾ തനിക്ക് ബോധ്യമായി തീർന്നു, ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നത് മുഴുവനും അവൻ നിമിത്തം എനിക്ക് ഛേദമാണ്. താൻ തന്നെ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, ഒരു കാലത്ത് ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നു, പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം എനിക്ക് നഷ്ടമെന്ന് ഞാൻ എണ്ണുവാനിടയായി തീർന്നു. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലുള്ള ലാഭങ്ങൾ. അതായത് നമ്മൾ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്നൊക്കെ നമ്മൾ എണ്ണുന്നതായ ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ സമ്പത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായി പറയും, നമ്മുടെ വീട് സമ്പത്താണ്, നമ്മുടെ കുടുംബം നമ്മുടെ സമ്പത്താണ്, നമ്മുടെ വസ്തുക്കൾ നമ്മുടെ സമ്പത്താണ്, അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധം, ഇതെല്ലാം നമുക്ക് സമ്പത്താണ്. ഇന്ന് അനേകർക്കും ഇപ്രകാരമുള്ള സമ്പത്തുണ്ട്. ഒരുപക്ഷെ എനിക്ക് വീടില്ലെങ്കിലും, എനിക്ക് സ്വന്തമായി വസ്തുവില്ലെങ്കിലും, എനിക്ക് സുഹൃത്ത് ബന്ധം എന്നുള്ള സമ്പത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബന്ധുക്കൾ എന്നൊരു സമ്പത്ത് ഉണ്ട്. ഇങ്ങനെ ഓരോരോ സമ്പത്തുകളെ കണ്ടുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ആളുകൾ ജീവിക്കുന്നത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനും ഈ സമ്പത്തിൽ, അതായത് തനിക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ, തനിക്കുണ്ടായിരുന്ന പദവികൾ, തൻ്റെ മതം, തനിക്കുള്ള പാരമ്പര്യം, ഇതെല്ലാം സമ്പത്തായി എണ്ണിയതായ ഒരു മനുഷ്യനായിരുന്നു ഈ അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, ഈ ഭൂമിയിൽ എനിക്ക് നേട്ടമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചതെല്ലാം തന്നെ ക്രിസ്തു നിമിത്തം ഞാൻ നഷ്ടമെന്ന് എണ്ണുന്നു. അതായത് എനിക്കത് ലാഭകരമല്ല, അതൊക്കെ ക്രിസ്തുവിൻ്റെ ആ മഹിമ കണ്ടപ്പോൾ അതെല്ലാം ഛേദമെന്ന് എണ്ണുവാൻ ഇടയായി തീർന്നു. നമുക്ക് പലപ്പോഴും നേരിടുന്ന വെല്ലുവിളികളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ബന്ധുക്കളെ പിണക്കണോ, എൻ്റെ സുഹൃത്തുക്കളെ പിണക്കണോ, എൻ്റെ വീടിനെ ഞാൻ ഉപേക്ഷിക്കണമോ, എൻ്റെ സ്വത്തിനെ ഞാൻ അവഗണിക്കണമോ? പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ജീവിതത്തിന് സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് തടസ്സമായി തോന്നത്തക്കവണ്ണം ഉള്ള സാഹചര്യത്തിലേക്ക് പലപ്പോഴും ആളുകൾ വരാറുണ്ട്. ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരാളെ വിളിക്കുമ്പോൾ അവർ പറയുന്നതായ തടസ്സങ്ങൾ എന്തായിരിക്കാം? അയ്യോ, എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പറയും, എനിക്ക് പഠിക്കാനുണ്ട്, ധാരാളം അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനെ താൻ കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവ് യേശുക്രിസ്തു ഒരുക്കുന്ന ആ നിത്യജീവനെക്കുറിച്ചും തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യതയുടെ ആ പദവി കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നത് മുഴുവനും ഛേദമെന്നെണ്ണുവാനേ കഴിയുന്നുള്ളൂ. കാരണം
നിത്യതയുടെ ആ ഘനം ഓർക്കുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഈ 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വീക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. താൻ പറയുന്നു, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നോക്കണേ, പൗലോസ് എന്താണ് ചിന്തിച്ചത്? നോക്കുക, പൗലോസ് എന്താണ് ചിന്തിച്ചത്? അല്ലെങ്കിൽ പൗലോസിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? പൗലോസ് പറയുന്നു, തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതായത് വരുവാനുള്ള ആ ദൈവിക മഹിമ, അതായത് എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗീയമായ അനുഗ്രഹം, അതിൻ്റെ ആ ഘനം, അതിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ആ ശ്രേഷ്ഠത കാണുമ്പോൾ ഈ ഭൂമിയിലുള്ള കഷ്ടത്തെ താൻ ലഘുവായിട്ട് കാണുന്നു. തേജസ്സിനെ ഘനം കുറച്ച് കാണുകയാണെങ്കിൽ, തേജസ്സിന്റെ മഹിമ ചുരുക്കി കാണുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള കഷ്ടത നമുക്ക് വലിയ പ്രശ്നം തന്നെയാണ്. ഇന്ന് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വർഗീയ മഹിമയെ അവർക്ക് മഹത്വമുള്ളതായി കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വരാൻ പോകുന്ന നന്മകളെ ശരിയായിട്ട് വിശ്വസിക്കുവാനോ അതിൻ്റെ മഹത്വത്തെയോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉൾക്കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുന്നതായ കഷ്ടതകളെ മുഴുവനും ലഘുവായി കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കായിരിക്കും, ഈ പൗലോസ് ഈ ഭൂമിയിൽ താൻ നേരിടുന്നതായ കഷ്ടതകളെ ലഘുവായിട്ട് കാണാൻ തനിക്ക് കഴിയുന്നത് തനിക്ക് കഷ്ടങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല. അപ്പോസ്തലൻ പൗലോസ് എന്താ പറയുന്നത്? താൻ ധാരാളം കഷ്ടങ്ങളോട് കടന്നുപോയി. കല്ലേറേറ്റു, നിന്ദകളേറ്റു, അടിയേറ്റു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. എന്ന് മാത്രമല്ല, ഈ ദൈവദാസന്റെ മരണം രക്തസാക്ഷിത്വമായിരുന്നല്ലോ. പൗലോസ് കർത്താവായ യേശുവിൻ്റെ ആ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം മുതൽ അവസാനം വരെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവസാനം ഒരു പുതപ്പ് മാത്രമേ അദ്ദേഹത്തിന് സമ്പത്തായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൗലോസിനെ നോക്കുമ്പോൾ ലോകം പറയുന്നത്, നമ്മൾ ഓരോരുത്തരും പറയുന്നത്, പൗലോസ് ജീവിതത്തിൽ ഒരു പരാജയമായിരുന്നു എന്നായിരിക്കാം. പക്ഷേ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ആർക്കും പറയാൻ സാധിക്കും? നമുക്ക് ആ വാക്യം പറയാൻ പറ്റും. പക്ഷേ പൗലോസിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നിത്യ തേജസ്സിന്റെ ആ ഘനം നാം പ്രാപിച്ചിരിക്കണം. ദൈവം നമുക്ക് ഒരുക്കാൻ പോകുന്ന ആ നന്മകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അത് വിശ്വാസത്താൽ കൂടെ ഉണ്ടാകുന്നതാണ്. നാം ദൈവത്തെയും അവൻ്റെ വചനത്തെയും വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യമാണ്. കേവലം ബൈബിൾ വായിച്ചു വിടാൻ ഉള്ളത് മാത്രമല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകം വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായൊരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിത്യ മഹിമയെക്കുറിച്ച്, ദൈവം നമുക്ക് ഒരുക്കാൻ പോകുന്ന ആ നിത്യ തേജസ്സിനെ കുറിച്ചുള്ള ആ വലിയ വിശ്വാസം, അതിൻ്റെ ഘനം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഘനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജയകരമായി ജീവിപ്പാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കഷ്ടതകളും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ വലുതായിരിക്കും. നമുക്കൊരിക്കലും വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി നമുക്ക് മുന്നോട്ട് ജീവിപ്പാൻ കഴിയാതെ വരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നാം പരിശോധിക്കണം, വാസ്തവമായിട്ടും ആ ദൈവത്തിലുള്ള പ്രത്യാശയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്ന ദൈവിക നന്മകളെക്കുറിച്ചുള്ള ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അത് പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു വരുന്നതാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുക്കുന്ന ആ ദൈവിക മഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന ആ തേജസ്സിന്റെ ഘനം എന്താണെന്ന് തിരിച്ചറിയുവാനും ഈ ഭൂമിയിൽ ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പ്രാപിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.